السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. وبحمزة القرار عم المصطفى أسد الإله وسيد الشهداء. സ്നേഹാർദ്ദരനായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനേകം നാടകീയ രംഗങ്ങൾ അരങ്ങേറിയ ഒരു സംഭവമാണ് ഗസ്വത്ത് ഉഹദ് അഥവാ ഉഹദ് യുദ്ധം. ഈ യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നേറിയ അതിയുദ്ധ തലവനും വളരെ വൈകിയ വികാരപൂരിതനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യനുമായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ധീര രക്തസാക്ഷിത്വം ഇവിടെ വളരെ മഹത്തരമായി കൊണ്ട് കേരളത്തിന്റെ മലയാള മാപ്പിള മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നുണ്ട്. ആടലിലതിപ്പം വേരിയ സിദ്ധ തുടയരിശപ്പോ ശീതരി ഹംസ അവർ കുലതിട്ടിയതിമതി മുറ്റിയ മധുശുജോര കുഫർ ഖുറൈശികളിൽ അധിക ജിഗത്തക ഒരു പതിമുറ്റിയ 20 പേരാ. അടലിലതിപ്പം വേരിയ സിദ്ധ തുടയരിശപ്പോ ശീതരി ഹംസ അവർ കുലതിട്ടിയതിമതി മുറ്റിയ മധുശുജോര കുഫർ ഖുറൈശികളിൽ അധിക ജിഗത്തക ഒരു പതിമുറ്റിയ 20 പേരാ. സഹൃദയരെ, ഉഹദ് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യവും അബൂ സുഫിയാന്റെ കീഴിലുള്ള ശത്രുപക്ഷവും തമ്മിൽ കഠിനകഠോരമായ സംഘട്ടനം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കക്കിടം, കത്തി, ചമ്പകം, ചക്രം, പുത്തുള്ളി, ദണ്ഡ്, കമാൻ, പടവാൾ തുടങ്ങിയ മാരകായുധങ്ങൾ ഇരുവിഭാഗവും മുറ പോലെ ഉപയോഗിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലതാ അസുര സ്വഭാവികളായ ശത്രുക്കളോട് അതിതീവ്രമായ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശഭൂമികൾക്കിടയിലൂടെ മനുഷ്യഭൂത ശത്രുക്കൾക്കായി ഊട്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനായ അസദുൽ ഇലാഹി സയ്യിദു ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ അതിശീഘ്രമായ വെട്ടുകളേറ്റ് ഈ ശത്രുപക്ഷം അലറിയോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മുന്നേറ്റത്തിലൂടെ ശത്രുചേരിയിലുള്ള 31 അഭികാര്യന്മാരെ പരാജയത്തിന്റെ കൈപ്പുതർ കുടിപ്പിച്ചും കൊടുമയിൽ ചോരക്കായി കളിച്ചും കിതച്ചും മതിച്ചും ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കണം അടങ്ങി വാണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ കടുവയിൽ ഫുൽ ഫാദയെ സുഫി കിടുവയിൽ പെറ്റാൽ ചൂരിതമുറ്റി കലകമതൊക്കെയും നിരഹിതമേറ്റോരിസമിസിവാ അവരുടെ സുബഹിൽ മറുവിളിയക്കിടകി വിടമിളി തുവനുമകളിലാരാ. കടുവയിലപ്പോൾ ഫാദയ സുഫി കിടുവയിൽ പെറ്റാ ചൂരിതമുറ്റി കലകമതൊക്കെയും നിരഹിതമേറ്റോരിസമിസിവാ അവരുടെ സുബഹിൽ മറുവിളിയക്കിടകി വിടമിളി തുവനുമകളിലാരാ. ശത്രുചേരിയിൽ നിന്ന് ശൗര്യമുഖ്യനും യുദ്ധതന്ത്രങ്ങൾ നല്ലവണ്ണം വശത്താക്കിയവനുമായ സിബാ ഉഹദ് രണാങ്കത്തിൽ വെളിപ്പെടുകയാണ്. ഒരു പോരാളിക്ക് വേണ്ട എല്ലാ സൽഗുണ സ്വഭാവ ഗുണങ്ങളും ഒത്തുചേർന്ന സിബാ ഉഹദ് ഒട്ടാകെ കേൾക്കുമാറൊക്കെ സ്വഹാബത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് അട്ടഹസിക്കുകയാണ്. ആ രംഗം എത്ര സുന്ദരമായിട്ടാണ് മർഹൂം മൊയ്ൻകുട്ടി വൈദ്യർ അവതരിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഉടവയിലൊക്കെ ഫേർസുഖതുറ്റ് കടുവയിലബ്ദുൽ ഉസ്സയുദാറ്റ പുറപ്പെട്ടുള്ളൊരുവത് ശേഷം ഒരുവതിലുണ്ടോ കരുവിയ ക്ഷണമിൽ പുലിവദൻ ഹംസ ഉടനടി പെട്ടൻ പൊളുതിയതി ഉടവയിലൊക്കെ ഫേർസുഖതുറ്റ് കടുവയിലബ്ദുൽ ഉസ്സയുദാറ്റ പുറപ്പെട്ടുള്ളൊരുവത് ശേഷം ഒരുവതിലുണ്ടോ കറുവിയ ക്ഷണമിൽ പുലിവദൻ ഹംസ ഉടനടി പെട്ടൻ പൊളുതിയതിണ്ടാ. സിബാ പറയുന്നു, യുദ്ധത്തിൽ എന്നെ നേരിടാൻ നിങ്ങളിൽ നിന്ന് ആരാണുള്ളത്? നാടൂറും പെർപ്പറ്റ പോർക്കടുവ അബ്ദുല്ലയുടെ ആറ്റക്കനി മകനായ എന്റെ പോർപ്പെടുക്ക് നേരിട്ട് കണ്ടു പഠിക്കാൻ, നേരിട്ട് കണ്ട് പോർ വിളിക്കാൻ മിടുക്കരായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കടന്നു വരട്ടെ എന്ന് അട്ടഹസിക്കുകയാണ്. ഇത് കേൾക്കേണ്ട താമസം വമ്പുറ്റ ഹംസ റളിയല്ലാഹു അൻഹു ചാടി വീഴുകയാണ്.
അവിടുത്തെ തീക്കനൽ പോലത്തെ തീക്ഷ്ണമായ നോട്ടങ്ങൾ, ചുവന്ന കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ സിബാഹ് വല്ലാതെ ഭയന്നുപോയി. സിബാഹിനെ അതിതീവ്രമായ അക്രമ മുറകളിലൂടെ അടിച്ചു വീഴ്ത്തി നിലത്തിടുകയാണ് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. നിലത്ത് വീണ് കിടക്കുന്ന സിബാഹിനെ കീഴ്പ്പെടുത്തി അവന്റെ അർത്ഥത്തിൽ നിന്നും പടച്ചിട്ട് ഉരിഞ്ഞെടുക്കാനായി ഹംസ റളിയല്ലാഹു അൻഹു കുനിഞ്ഞപ്പോൾ താരം എണ്ടിട്ടുറച്ചവൻ ഇരുത്താനെ ജനകളിലാകറ്റാനെ വഹ്ശിയുമാടുത്താനെ സമയത്തിൽ പോലെ ഹംസ ഇടൈന്തോന വളകട്ട താഴൈന്തോന തുടുവിലിടൈന്തോന താരം എണ്ടിട്ടുറച്ചവൻ ഇരുത്താനെ ജനകളിലാകത്താനെ വഹ്ശിയുമാടുത്താനെ സമയത്തിൽ പോലെ ഹംസ ഇടൈന്തോന വളകട്ട താഴൈന്തോന തുടുവിലിടൈന്തോന. നിലത്ത് വീണ് കിടക്കുന്ന സിബാഹിന്റെ കാർത്തത്തിൽ നിന്ന് പടച്ചട്ട ഉരിഞ്ഞെടുക്കാനായി ഹംസ റളിയല്ലാഹു അൻഹു കുനിയുന്നത് എറിയുന്നവനിൽ അതികഴിവ് മികച്ചവനുമായ ജുബൈറിന്റെ മകനുമായ വഹ്ശിയുടെ കണ്ണുകളിൽ പതിക്കുകയാണ്. അതെ, ഇത് തന്നെ തക്കം. തന്റെ യജമാനത്തിക്ക് നൽകിയ വാക്ക് പാലിക്കാൻ ഇതിനും വലിയൊരു അവസരം ലഭിക്കില്ലെന്നറിഞ്ഞ വഹ്ശി തന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ജനങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൂടെ ചെല്ലാൻ ധൈര്യമില്ലാത്ത വഹ്ശി അവിടുത്തെ പിന്നിലൂടെ കടന്നു ചെന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് പരിശീൽ കണ്ടവൾ പിന്മേലാടുന്നാനെ മിറിയിൽ ഏറിന്താനെ അവരുടെ പൂരം തായേ പടവേണ്ട കയ്യിൽ മേയിൽ പാരിന്തായേ അജബിൽ തേളുന്താനെ കുഴിയിൽ വീഴുന്താനെ പരിശീൽ കണ്ടവൾ പിന്മേലാടുന്നാനെ മിറിലയിലേറിന്താനെ അവരുടെ പൂരം താനെ പടവേണ്ട കയ്യിൽ മേയിൽ പാരിന്തായേ അജബിൽ തേളുന്താനെ കുഴിയിൽ വീഴുന്താനെ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിൽ വഹ്ശി ചെന്ന് പിന്നിൽ നിന്ന ശേഷം അവിടുത്തെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചാപ്പിളി മെല്ലെ പുറത്തെടുക്കുകയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യമാക്കി വഹ്ശി തൊടുത്തുവിട്ട ചാട്ടുളി അതെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ തളച്ചു കയറുകയാണ്. രക്തമണിഞ്ഞ് ചെഞ്ചായ പുഴയൊരുകയാണ്. അതെ, ഉഹദ് യുദ്ധത്തിൽ ഉഹദ് രണാങ്കുളത്തിൽ അതിതീവ്രമായ യുദ്ധം കാഴ്ചവെച്ച് അടർക്കളത്തിൽ സിംഹഗർജനമായി മാറിയ ഉഹദ് രണാങ്കുളത്തിലെ പോർക്കടുവ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് രക്തം കൊണ്ട് ചെഞ്ചായമണിഞ്ഞ് ഉഹദാകെ വിഭ്രാന്തിയിൽ പൂണ്ടു നിൽക്കുന്ന സമയം രണാങ്കണം വിറച്ചു, ആകാശം കരഞ്ഞു. അവിടുത്തെ അന്തിമയാത്ര സബബാലും ഖലാലൗഹി ഫുദിഫായേ കുറിയുടെ വഖ്തായേ അതിലവ ഷഹീദായേ അരുളുന്നരില അരുളുന്നരില കിടയോനെ സിദ്റഹു ശറഫാനെ ഫളിലുടെ ദരജായേ അവരുടെ ശറഫാലും ഫളിലാനെ ഫൽ ഹുബൈദാനെ എരുമിലും തരം താനെ സബബാലും ഖലാലൗഹിൽ ഫുദിഫായേ കുറിയുടെ വഖ്തായേ അതിലവൻ ഷഹീദായേ അരുളുന്നരിലാ കിടയോനെ സിദ്റഹു ശറഫാനെ ഫളിലുടെ ദരജായേ അവരുടെ ശറഫാലും ഫളിലായേ ഫൽ ഹുബൈദാനെ എരുമിലും തലം താനേ. അടർക്കളത്തിൽ സിംഹഗർജനം അസദുൽ ഇലാഹി സൈഫു മിൻ സയൂഫില്ലാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആഗ്രഹം പോലെ
അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് ഉഹദിന്റെ രണാങ്കളത്തിൽ ചെഞ്ചായമണിഞ്ഞ ചോരക്കുപ്പായത്തിൽ പൂണ്ടുകിടക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ വേദനിപ്പിച്ച ഈ സംഭവം ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ തീരാ നഷ്ടമായ ആ കഥ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും മറ്റു സ്വഹാബത്തിന്റെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥന ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.